മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് ഒരു നിർണായകമായ ഒരു തീരുമാനമാണ് ഇപ്പോൾ എടുത്തിട്ടുള്ളത്. BLM കേരള തമിഴ്നാട് പോണ്ടിച്ചേരി. കാരണം ഒരു സർക്കാർ എന്നത് ജനങ്ങൾക്ക് വേണ്ടിയാകണം, ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സർക്കാർ ആകണം എന്നുള്ള ഒരു മാതൃക ദേവേന്ദ്ര ഫട്നാവിസ് മറ്റ് സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർക്കും മന്ത്രിമാർക്കും കൂടി നൽകിയിരിക്കുകയാണ്. അതിന്റെ ആദ്യപടിയായി മഹാരാഷ്ട്രയിൽ ഒരു നിർണായകമായ ഒരു പൊളിച്ചെഴുത്തിലേക്ക് ദേവേന്ദ്ര ഫട്നാവിസ് കടന്നിരിക്കുകയാണ്. മഹാരാഷ്ട്രയിലെ സഖ്യകക്ഷി മന്ത്രിമാരുടെയും വിവിധ വകുപ്പുകളുടെയും തീരുമാനങ്ങൾ പുനഃപരിശോധിക്കാനും തിരുത്താനും മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് വിപുലമായ അധികാരം നൽകുന്ന പുതിയ ചട്ടങ്ങളാണ് ഇപ്പോൾ പുറത്തിറക്കിയിട്ടുള്ളത്. മഹാരാഷ്ട്ര ഗവൺമെന്റ് റൂൾസ് ഓഫ് ബിസിനസ് 2026 എന്ന പേരിലുള്ള പുതിയ ചട്ടങ്ങളാണ് സംസ്ഥാന സർക്കാർ വിജ്ഞാപനം ചെയ്തത്. ഇതോടെ ഭരണതലത്തിൽ മുഖ്യമന്ത്രി ഫട്നാവിസിന് കൂടുതൽ നിയന്ത്രണമാണ് കൈവന്നിട്ടുള്ളത്. പുതിയ ചട്ടങ്ങൾ പ്രകാരം പൊതുജന താൽപര്യം മുൻനിർത്തി ഏത് ക്യാബിനറ്റ് മന്ത്രിയുടെയും തീരുമാനം മാറ്റാനോ റദ്ദാക്കാനോ മുഖ്യമന്ത്രിക്ക് നേരിട്ട് അധികാരം ലഭിക്കും. അതായത് ഈ എല്ലാ സംസ്ഥാനങ്ങളിലും ഇപ്പോൾ മഹാരാഷ്ട്രയിലാണ് ഇപ്പോൾ ഒരു നിർണായകമായ ഒരു തീരുമാനം ദേവേന്ദ്ര ഫട്നാവിസ് കൊണ്ടുവന്നത്. അതായത് മഹാരാഷ്ട്രയിൽ ആഴ്ചയിൽ ഒരു ദിവസം അവിടെ ക്യാബിനറ്റ് മന്ത്രിമാരുടെ ഒരു മീറ്റിംഗ് ഉണ്ടാവും. ആ മീറ്റിംഗിൽ എന്തെങ്കിലും തരത്തിലുള്ള അടിയന്തരമായ ഒരു തീരുമാനം എടുക്കുമ്പോൾ സ്വാഭാവികമായി ഒരു മന്ത്രിസഭയിൽ ഒരു തീരുമാനം എടുക്കുമ്പോൾ അത് ജനങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു തീരുമാനമായിരിക്കും. ആ തീരുമാനം ജനങ്ങൾക്ക് വലിയ രീതിയിലുള്ള ഒരു ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ജനങ്ങൾക്ക് വലിയ രീതിയിലുള്ള ഒരു കഷ്ടത അവർക്ക് അനുഭവിക്കുന്നു. അത് ആ ഒരു തീരുമാനം കൊണ്ട് ജനങ്ങൾക്ക് വലിയ രീതിയിലുള്ള ഒരു ഗുണവും ഉണ്ടാകുന്നില്ല, ദോഷമേ ഉണ്ടാകുന്നുള്ളൂ എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് മുഖ്യമന്ത്രിക്ക് തന്നെ നേരിട്ട് ആ പദ്ധതി നിർത്തലാക്കാനോ അല്ലെങ്കിൽ ആ പദ്ധതി മരവിപ്പിക്കാനോ ആ പദ്ധതി പൂർണ്ണമായി തന്നെ റദ്ദാക്കാനോ ഉള്ള പൂർണ്ണമായ അധികാരം നൽകുന്ന ഒരു നിയമമാണ് ഇപ്പോൾ ദേവേന്ദ്ര ഫട്നാവിസ് ഇപ്പോൾ എടുത്തിട്ടുള്ളത്. എന്നാൽ ഇത്തരം ഇടപാടുകളിൽ സുതാര്യത ഉറപ്പാക്കാനും ഏകപക്ഷീയമായ തീരുമാനങ്ങൾ ഒഴിവാക്കാനും തീരുമാനങ്ങൾ തിരുത്തുന്നതിനുള്ള വ്യക്തമായ കാരണങ്ങൾ മുഖ്യമന്ത്രി രേഖാമൂലം ഫയലിൽ രേഖപ്പെടുത്തേണ്ടതുണ്ട്. അതായത് എന്തുകൊണ്ടാണ് ആ പദ്ധതി നിർത്തലാക്കിയത്, ആ പദ്ധതി നിർത്തലാക്കാനുള്ള കാരണമെന്നാണ്, ഏതൊക്കെ തരത്തിൽ ആ പദ്ധതി പ്രാബല്യത്തിൽ വന്നു കഴിഞ്ഞാൽ ജനങ്ങൾക്ക് എങ്ങനത്തെ തരത്തിലുള്ള ഒരു ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമെന്നെല്ലാം ആ പദ്ധതി റദ്ദാക്കുന്നതിനോടൊപ്പം തന്നെ രേഖാമൂലം ആ പദ്ധതിയുടെ ഫയലിൽ മുഖ്യമന്ത്രി രേഖപ്പെടുത്തേണ്ടത് അനിവാര്യമാണെന്നാണ് നിയമത്തിൽ പറയുന്നത്. ഓരോ മന്ത്രിമാരും തങ്ങളുടെ വകുപ്പുകളുടെ ദൈനംദിന കാര്യങ്ങൾ സാധാരണ രീതിയിൽ നോക്കുമെങ്കിലും ഏത് വകുപ്പിലെയും ഔദ്യോഗിക രേഖകളോ ഫയലുകളോ നേരിട്ട് ആവശ്യപ്പെടാൻ മുഖ്യമന്ത്രിക്ക് അധികാരമുണ്ട്. ഇങ്ങനെ ആവശ്യപ്പെടുന്ന ഫയലുകൾ യാതൊരു കാലതാമസവും കൂടാതെ വകുപ്പ് മന്ത്രിമാരും സെക്രട്ടറിമാരും മുഖ്യമന്ത്രിക്ക് സമർപ്പിക്കേണ്ടതുണ്ട്. അതായത് ഓരോ മന്ത്രിയും അതാത് വകുപ്പിലെ മന്ത്രിമാർ എടുക്കുന്ന തീരുമാനങ്ങൾ അത് എന്തെങ്കിലും തരത്തിലുള്ള ഒരു പ്രശ്നം ഉണ്ടാകുന്നു എന്ന് മനസ്സിലാക്കിയാൽ മുഖ്യമന്ത്രിക്ക് ആ വകുപ്പിലെ മന്ത്രി ഒരു പദ്ധതി കൊണ്ടുവന്നാൽ അതിന്റെ ഫയലുകൾ വിളിക്കാനും സെക്രട്ടറി അടുത്ത് പറഞ്ഞ് ആ ഫയലുകൾ മുഖ്യമന്ത്രിയുടെ മേശപ്പുറത്ത് ഹാജരാക്കാനുമുള്ള അല്ലെങ്കിൽ സമർപ്പിക്കാനുമുള്ള ഒരു നീക്കം എല്ലാം, അതായത് താക്കോൽ സ്ഥാനം മുഖ്യമന്ത്രിയുടെ കയ്യിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ഈ ജലവകുപ്പ് മന്ത്രി ഏതെങ്കിലും തരത്തിലുള്ള ഒരു പദ്ധതി കൊണ്ടുവന്നു, പക്ഷെ അത് ജനങ്ങൾക്ക് വലിയ പ്രയോജനമില്ല, പക്ഷേ ഖജനാവിൽ കോടിക്കണക്കിന് രൂപയുടെ ഫണ്ട് ഉപയോഗിക്കേണ്ടി വരും. ആ ഉപയോഗിച്ചത് കൊണ്ട് അതിലൊരു പ്രയോജനവും ഒരു നേട്ടവും സർക്കാരിനോ അല്ലെങ്കിൽ ജനങ്ങൾക്കോ ഉണ്ടാകുന്നില്ല എന്ന് മനസ്സിലാക്കിയാൽ മുഖ്യമന്ത്രിക്ക് ആ പദ്ധതിയുടെ ഫയല് തിരിച്ചു വിളിക്കാം. അതായത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് കൊണ്ടെത്തിക്കാനുള്ള ഒരു നിർദ്ദേശം മന്ത്രിക്കോ അല്ലെങ്കിൽ സെക്രട്ടറിക്കോ നൽകാം. അങ്ങനെ എത്തിയതിനു ശേഷം അതുകൊണ്ടുള്ള ആവശ്യമില്ല എന്നതുകൊണ്ട് തന്നെ ആ ഫയല് ആ പദ്ധതി വേണ്ട, അതിനെ പൂർണ്ണമായി തന്നെ അതിനെ റദ്ദാക്കുന്നു എന്നുള്ള ഒരു നടപടിയിലേക്ക് മുഖ്യമന്ത്രിക്ക് പോകാൻ സാധിക്കും. മുഖ്യമന്ത്രി, മറ്റ് ക്യാബിനറ്റ് മന്ത്രിമാർ, ചീഫ് സെക്രട്ടറി, വകുപ്പ് സെക്രട്ടറിമാർ എന്നിവരുടെ കൃത്യമായ ചുമതലകളും പരിധികളും പുതിയ ചട്ടങ്ങളിൽ നിർവചിക്കുന്നുണ്ട്. നേരത്തെയുള്ള ചട്ടങ്ങൾ അനുസരിച്ച് വകുപ്പ് മന്ത്രിമാരുടെ തീരുമാനങ്ങൾ ഏകപക്ഷീയമായി തിരുത്താൻ മുഖ്യമന്ത്രിക്ക് സ്വതന്ത്ര അധികാരം ഉണ്ടായിരുന്നില്ല. വകുപ്പ് മന്ത്രിമാർ തങ്ങളുടെ തീരുമാനങ്ങൾ സ്വമേധയാ ക്യാബിനറ്റിന്റെ പരിഗണനയ്ക്ക് വിട്ടാൽ മാത്രമേ ഇത്തരം ഫയലുകളിൽ മുഖ്യമന്ത്രിക്ക് മാറ്റം വരുത്താൻ സാധിക്കുകയുള്ളൂ. മുമ്പ് 2022 ബോംബെ ഹൈക്കോടതിയുടെ ഒരു വിധിയിലും മുഖ്യമന്ത്രിയുടെ ഈ പരിമിതി ചൂണ്ടിക്കാണിച്ചിരുന്നു. എന്നാൽ പുതിയ ചട്ട ഭേദഗതിയോടെ മുഖ്യമന്ത്രിക്ക് നേരിട്ട് ഇടപെടാനുള്ള നിയമപരമായ അധികാരം ലഭിച്ചിരിക്കുകയാണ്. ഭരണപക്ഷമായ മഹായുതി സഖ്യത്തിൽ ഈ പുതിയ നീക്കം വലിയ രാഷ്ട്രീയ ചർച്ചകൾക്ക് വഴിവെക്കുകയാണ്. എന്നിരുന്നാലും ജനങ്ങൾ പറയുന്നത് ഇതൊരു നല്ല ഒരു പദ്ധതി തന്നെയാണ് ദേവേന്ദ്ര ഫട്നാവിസ് കൊണ്ടുവന്നത്. കാരണം ഒരു സർക്കാർ എന്നത് ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സർക്കാർ ആകണം. അപ്പോൾ എന്തെങ്കിലും ഒരു പദ്ധതി സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായാൽ ആ പദ്ധതി കൊണ്ട് ജനങ്ങൾക്ക് എന്തെങ്കിലും ഒരു നേട്ടമില്ലെങ്കിൽ അതിനെ പൂർണ്ണമായി തന്നെ അതിനെ റദ്ദാക്കുന്ന ഒരു തീരുമാനം എന്നുള്ളത് ഖജനാവിൽ നിന്നും പൈസ ചോർന്നു പോകത്തുമില്ല, അത് അനാവശ്യമായ ഒരു ചെലവും വരത്തില്ല, ജനങ്ങൾക്ക് ആ പദ്ധതി കൊണ്ടൊരു ബുദ്ധിമുട്ടും അല്ലെങ്കിൽ ഒരു പ്രശ്നവും ഉണ്ടാകില്ല എന്നുള്ളത് ഒരു മികച്ച തീരുമാനമാണ്.